എന്നാ ശരി ട്ടാ. ശരി, ഉപ്പ. വൈകിട്ട് കാണാം. ഹാപ്പി ബർത്ത്ഡേ. ഓ അതിന്നാലേ ഞാൻ മറക്കില്ലല്ലോ. എവിടെ മിഠായി എവിടെ? വാ വാങ്ങിത്തരാം. നിക്ക് ഇപ്പൊ വേണ്ട, നീ എനിക്ക് പിന്നെ വാങ്ങി തന്നാ മതി. എനിക്ക് ഇന്ന് ഈ ക്യാമ്പസ് മുഴുവൻ ഒറ്റയ്ക്കൊന്ന് നടക്കണം. ജാനറ്റ് മാഡം സ്മാർട്ട് ആയല്ലോ. പിന്നല്ലാതെ ഇവരെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? കണ്ടില്ലേ ഇന്നൊരാള് സുന്ദരി കുട്ടിയായി ഒരുങ്ങി വന്നിരിക്കുന്നത്. ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേളോ? ആന്നേ. എന്നിട്ട് മിഠായി ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയിപ്പൊ വേണ്ട, ഉച്ചയ്ക്ക് മതി അല്ല സഖാവേ? അത് ശരിയാ, അപ്പോഴേക്കും ഇതിന്റെ തിരക്കൊക്കെ കഴിയും. അതാണ്. ഓക്കെ. എന്നാലേ നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കെ, ഞാനൊന്ന് നടന്നിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ആ എന്നാ ഞാൻ പോട്ടെ. എടോ, ആ ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. താൻ ഫ്രീ ആണോ? ആ എന്നാ വാ, എങ്ങോട്ട്? നമുക്കേ ഊട്ടി പോ. ഊട്ടി പോവാനോ? അതെ, ഇന്ന് തന്റെ പിറന്നാളല്ലേ. തനിക്ക് എന്ന വാക്ക് ഇന്ന് എന്നെ നിറവേറ്റാം. ഇന്ന് പോണോ? ഇതിനേക്കാൾ നല്ല വേറെ ഏത് ദിവസമാണോ ഉള്ളത്? അല്ല തിരക്കൊക്കെ അല്ലേ? തിരക്കാവുമ്പോഴേക്കും തിരിച്ചു വരാം. എന്നാ വാ. ഇതുപോലൊരു സ്ഥലത്ത് വേണം എൻ്റെ വീട്. കാടിനുള്ളിലോ? കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്നൊരു സ്ഥലം. അതിന് നടുക്ക് ദ്വീപ് പോലൊരു പൂന്തോട്ടം. നിറയെ ചെടികളും മരങ്ങളും കിളികളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെയുള്ളൊരു തോട്ടം. അതിന് നടുവിലായി ഒരു കൊച്ചു വീട്. തന്റെ ആശ്രമവും ഇതുപോലെയായിരുന്നു. ഒരു ദിവസം ഒരു കാര്യം പറയാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? നാളെ പറയാം. ശരി, അപ്പൊ കാണാത്ത ദിവസങ്ങൾക്കുള്ളതെല്ലാം ഒരെഴുത്തായി എഴുതി വെച്ചാ മതി. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ശരി, ഇന്ന് തന്റെ ബർത്ത്ഡേ അല്ലേ, എന്നാ ഒരു ഡിസ്കൗണ്ടാ തരാം. താൻ പറയാമെന്ന കാര്യം പറ. അത് പറ. എനിക്ക് തനിക്ക് എന്താടാ?
അവിടെ 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 പിള്ളേരെയൊക്കെ തല്ലി തലയൊക്കെ പൊട്ടി. നീ വാ.